നമസ്കാരം. പ്രധാന വാർത്തകൾ. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. വേണാടിനു വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണം നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തത. ആവശ്യങ്ങൾ ഉന്നയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നിവേദനം നൽകിയത് വിവിധ സംഘടനകൾ. ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനം കാണിക്കുകയാണെന്ന് UDF പ്രതിപക്ഷാംഗങ്ങൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാരും INTUCയും പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായത് ടെക്സ് 1 എന്ന ടയർ കമ്പനിയിൽ. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. വർഷങ്ങളോളമായി ജനങ്ങളുടെ ആവശ്യം ഉയർന്നുവന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ യാത്രാദുരിതം ഇരട്ടിയാക്കുന്നു. വാർത്തകൾ വിശദമായി. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തതയാണ് വേണാടിന് വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണമായത്. ഉച്ചയ്ക്ക് 12:15 മുൻപ് ഷൊർണൂരിലെത്തുന്ന വേണാട് 2:35 വരെ ഷൊർണൂരിൽ നിർത്തിയിടും. ഈ സമയം നിലമ്പൂരിലേക്കും കോഴിക്കോട്ടേക്കും സർവീസ് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം റെയിൽവേ അറിയിച്ചെങ്കിലും റെയിൽവേ തള്ളിക്കളയായിരുന്നു. നിലമ്പൂരിൽ ക്രോസിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും സിംഗിൾ ലൈനിൽ ഓപ്പറേഷൻ അത്ര സുഗമമല്ല എന്നാണ് വിലയിരുത്തൽ. 22 കോച്ചുകളെ ഉൾക്കൊള്ളാനുള്ള പ്ലാറ്റ്ഫോമിലെ സാങ്കേതിക തടസ്സങ്ങൾക്ക് പുറമെ സമയക്രമത്തിൽ സാരമായ മാറ്റവും അരനൂറ്റാണ്ടിലേറെ സർവീസ് പാരമ്പര്യമുള്ള വേണാടിനെ സ്ഥിരയാത്രക്കാർക്ക് പ്രതികൂലമാകും. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പാലക്കാടിലൂടെ തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, എറണാകുളം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, ചാലക്കുടി പോലുള്ള സ്റ്റേഷനുകളിലേക്കുള്ള യാത്രക്കാർ ഇപ്പോഴും ദൂരത്തിലാണ്. വേണാട് എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കിയെങ്കിലും വരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല. പാലക്കാട് എക്സ്റ്റൻഷൻ ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും വിവിധ സംഘടനകൾ വഴി നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ റെയിൽ യൂസേഴ്സ് സിറ്റിസൺ ഫോറം, ലയൺസ് ക്ലബ്ബ് എന്നിവരും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ വിളിച്ച യോഗത്തിലും വേണാടിൻ്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്നു. ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനം കാണിക്കുകയാണെന്ന് UDF പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. ഓങ്ങല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ കാരക്കാട് റോഡിലുള്ള 2-ാം നമ്പർ സ്റ്റാൻഡിലാണ് ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത്. നിരവധി വാർഡുകൾ ഉൾക്കൊള്ളുന്ന കാരക്കാട് പ്രദേശത്തേക്ക് നിലവിൽ ഒരു ബസ് സർവീസാണുള്ളത്. പിന്നീട് ജീപ്പും ആളെ വിളിച്ചുകയറ്റി ഓടുന്ന ഓട്ടോറിക്ഷകളുമാണ് ജനങ്ങളുടെ ഏക ആശ്രയം. ഇത്തരത്തിൽ ആളുകളെ വിളിച്ചുകയറ്റി ഓടുന്നതിനെതിരെ മറ്റു ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പരാതിയുമായി രംഗത്തെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നാണ് ഇപ്പോൾ ക്യൂ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത് വിവേചനമാണെന്നാണ് UDF പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നത്. ഓങ്ങല്ലൂർ കാരക്കാട് എത്തിച്ചേരാനുള്ള പൊതു ട്രാൻസ്പോർട്ടുകൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകളാണ്. ഒരു KSRTC ബസ് കാരക്കാട് ഭാഗത്തേക്കില്ല. ഇപ്പോൾ മറ്റു ബസ്സുകൾ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറഞ്ഞ സാഹചര്യമുള്ളത്. പഴയ കാലത്തൊക്കെ ജീപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ജീപ്പിലാണ് പോയിരുന്നത്. ആ സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾ നിന്ന് ആ ഓട്ടോറിക്ഷകളിൽ ആളുകളാകുന്ന സമയത്ത് പരസ്പരം ഷെയർ ചെയ്ത് ചെറിയ പൈസ വാങ്ങി പോകുന്നൊരു സിസ്റ്റം പോലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിർത്തലാക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് വലിയ വിരോധാഭാസമാണ്. അതൊരിക്കലും നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശത്തേക്ക് ജനങ്ങൾ സ്ഥിരം ഓട്ടോറിക്ഷ വിളിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മെമ്പറായ മുഹമ്മദ് അലിയും പറഞ്ഞു.
കാരണം സാധാരണക്കാരായ ജനങ്ങൾ പഞ്ചായത്തിലേക്കും മറ്റു ആവശ്യങ്ങൾക്ക് കൃഷി ഓഫീസിലേക്കും സേവനങ്ങൾക്ക് വരുമ്പോൾ കാരക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കൊണ്ടൂർക്കര ഭാഗത്തേക്ക് ഒന്നും സ്ഥിരം ബസ് റൂട്ടില്ല. കാരക്കാട് ഭാഗത്തേക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ 2 ടൈമിൽ. അപ്പോൾ അവർക്കൊക്കെ ഗ്യാപ്പ് ഓട്ടോറിക്ഷ നിർത്തിയാൽ ഒരുപാട് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടാവും. സ്ഥിരമായി ബസ് റൂട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കില്ല. അപ്പോൾ ആ ഒരു അനീതിയാണ്. ഒരു സ്റ്റാൻഡിൽ മാത്രം ടോക്കൺ സിസ്റ്റവും അതുപോലെ തന്നെ ഓങ്ങല്ലൂർ 1 സ്റ്റാൻഡിൽ ടോക്കൺ വേണ്ടാമെന്നുള്ള ആ ഏകാധിപത്യമായ അനീതിക്കെതിരെയാണ് ഇവിടെ നിവേദനം കൊടുത്തിരിക്കുന്നത്. ക്യൂ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാരും INTUCയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയിട്ടുണ്ട്. മുസ്തഫ ശിഹാബ്, INTUC ഡ്രൈവേഴ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ്1 എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 5 മണിയോടെയാണ് മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ്1 എന്ന ടയർ കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് പെട്ടത്. ഉടൻ തൃശൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 3 യൂണിറ്റും പുതുക്കാട് നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ടയറിൻ്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത്. മൂർക്കനിക്കര സ്വദേശി പുഷ്കറിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. ന്യൂസ് ബ്യൂറോ തൃശൂർ. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്താനാണ് സിഗ്നൽ സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നുവന്നത്. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ ഇവയെല്ലാം ദുരിതം ഇരട്ടിയാക്കുന്നു. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ സിഗ്നൽ സംവിധാനം വേണമെന്നത് വർഷങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ സിഗ്നൽ സംവിധാനം അടിയന്തര ആവശ്യമാണ്. 3 പഞ്ചായത്തുകളിലെ സംഗമസ്ഥാനവും കൂടിയതിനാൽ വൈകിട്ടും രാവിലെയും ഉണ്ടാകുന്ന കുരുക്ക് ചില്ലറയല്ല. ടൗണിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ്, മറ്റു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ വിടുന്ന സമയം തിരക്ക് മൂലം വാഹനയാത്രയ്ക്ക് പോലും തടസ്സമുണ്ടാകാറുണ്ട്. സ്കൂൾ, കോളേജ് വിടുമ്പോൾ 5000-ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് റോഡിലിറങ്ങി നടക്കുന്ന ദുരിതം നിറഞ്ഞ അവസ്ഥയാണ്. ഈ സമയം തിക്കും തിരക്ക് മൂലം ടൗൺ ഉയർപ്പുമുട്ടുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ടൗണിലെ അനധികൃത വാഹന പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ ഇവയെല്ലാം ദുരിതം ഇരട്ടിയാക്കുന്നു. 7 വർഷം മുമ്പ് അന്നത്തെ MLA KV വിജയദാസ് സിഗ്നൽ സംവിധാനത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് അതിനുള്ള നടപടികൾ ഉണ്ടായില്ല. 2 MLAമാർ ഉൾപ്പെടുന്ന മേഖലയായിട്ടും സിഗ്നൽ സംവിധാനം ഒരുക്കാൻ നടപടിയെടുക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്ന് മണ്ണൂർ പഞ്ചായത്ത് അംഗവും ലീഗ് ജനറൽ സെക്രട്ടറി, ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു. ഒന്നുകിൽ ട്രാഫിക് സംവിധാനം അല്ലെങ്കിൽ ബൈപ്പാസ് നിർമ്മാണം, ഇവ ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. വാഹനങ്ങളുടെ പെരുക്കം കാരണം ഒരു ട്രാഫിക് സിസ്റ്റം കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഒരു ട്രാഫിക് സിസ്റ്റം ഇവിടെ സ്ഥാപിക്കണമെന്നുള്ളത്. അധികാരികൾ അത് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ, കോളേജ് വിടുന്ന സമയങ്ങളിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൊലപാതക കേസിലെ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ചെറുതുരുത്തി CI അനന്തകൃഷ്ണനും സംഘത്തിനും ആദരം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പോലീസുകാരെ ആദരിച്ചത്. പുതുശ്ശേരി ശ്മശാനക്കടൽ വെച്ച് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ 39-കാരനായ സൈനുൽ ആബിദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശികളായ 6 പേരെ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമായി 24 മണിക്കൂറിലാണ് ചെറുതുരുത്തി CI അനന്തകൃഷ്ണനും മറ്റ് പോലീസ് സംഘവും ചേർന്ന് പിടികൂടിയത്. അന്വേഷണ സംഘത്തെ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. തിങ്കളാഴ്ച രാവിലെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ പോലീസുകാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജനകീയ കൂട്ടായ്മ പ്രതിനിധി MV കുഞ്ഞിത്തു അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷാജി പള്ളം, ഡോക്ടർ കേശവൻ, ഇബ്രാഹിം, PN അനിൽ, TS അഷ്റഫ്, CI അനന്തകൃഷ്ണൻ, SI സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഇതിൽ ഒരുവിധം നമ്മുടെ
സമൂഹ രംഗത്ത് നടന്നു നിൽക്കുന്ന എല്ലാവരും സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം, ക്രൂരമായൊരു കൊലപാതകം ഉണ്ടായി. അത് പോലീസിൻ്റെ ജോലിയാണ് പ്രതികളെ കണ്ടുപിടിക്കുന്നത്, അവരെ നിയമത്തിന് മുൻപെത്തിക്കുന്നതും. ആ ജോലി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം നമ്മുടെ ഇത് ഒരു ഓഫീസറുടെ ഒരു നേട്ടമൊന്നുമല്ല. ഇതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ടീമായിട്ടാണ് നമ്മുടെ ദാസെങ്കിൽ പറഞ്ഞ ഒരു ടീമായിട്ട് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ഈ കുറ്റകൃത്യത്തിലും മാത്രമല്ല എല്ലാ കുറ്റകൃത്യത്തിലും പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ആദരവും നന്ദിയും അറിയിക്കുകയാണ്. കാരണം പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നിരുന്നാലും ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല രീതിയിലും പ്രവർത്തിക്കാം, നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ അങ്ങോട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാം. അപ്പോൾ കിട്ടുന്നത് പിടിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായൊരു എഫർട്ട് എടുത്ത് പിടിക്കാം. ആ രീതിയിൽ ഒരു പ്രത്യേകമായൊരു എഫർട്ട് എടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് ആദ്യം നമ്മൾ യഥാ രാജ തഥാ പ്രജ എന്ന പോലെ നമ്മുടെ ISHO ഇൻസ്പെക്ടർ അനന്തകൃഷ്ണ സാർ അതിന് മുൻകൈ എടുക്കുന്നു. അതോടൊപ്പം താല്പര്യം അതിന് താഴെയുള്ള SIമാരും അതിനും താഴെയുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ്. ജനകീയ കൂട്ടായ്മ പ്രതിനിധി AK ഹരിദാസ് സ്വാഗതവും അഡീഷണൽ SI സാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ വർഗീയ വിരുദ്ധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പേരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പത്തിരിപ്പാലയിൽ വർഗീയ വിരുദ്ധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. RSSകാരൻ കടലിന്റെ നടുവിൽ വായയിട്ട് നിഷ്കരിച്ചാലും അവനെ വിശ്വസിക്കാൻ പാടില്ല. അത് മുഹമ്മദ് കോയയുടെ വാലുക, ശശിധരന്റെ അല്ല. കടലിന്റെ നടുവിൽ മുസ്ലിമിനെ സ്വാധീനിക്കാൻ വേണ്ടി, അവൻ നിഷ്കരിക്കാൻ വേണ്ടി കടലിന്റെ നടുവ് തിരഞ്ഞെടുത്താലും അവനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ? അപകടകാരിയാണ്. ഞങ്ങളുടെ പ്രശ്നം അതാണ്. ഞങ്ങളുടെ പ്രശ്നം എന്താ? ഈ വർഗീയതകളിൽ ഒന്നും മോശമല്ല. എന്താ തീവ്രവാദം? ഒരാശയത്തെ, ഒരു ബോധത്തെ, ഒരു മതത്തെ, ഒരു സത്വത്തെ അതിനെ സ്വാധീനിക്കാൻ തീവ്രമായി, അപകടകരമായി, ആയുധപരമായി ആളുകളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നതെല്ലാം തീവ്രവാദമാണ്. CPM പേരൂർ ലോക്കൽ സെക്രട്ടറി A സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെൻട്രൽ അംഗം K സുരേഷ്, ഏരിയ കമ്മിറ്റി അംഗം BK പ്രമോദ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ മുത്തലി, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M വിജയകുമാർ, K ശോഭന പ്രസാദ് എന്നിവർ സംസാരിച്ചു. പേരൂർ മേഖലാ സെക്രട്ടറി PC ജിജേഷ് സ്വാഗതവും MM റിസ്വാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 12 മണിക്കൂർ നീളുന്ന പുതുവത്സരാഘോഷം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള കലാമണ്ഡലം. ചെറുതുരുത്തി കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 31-ന് ഉച്ചയ്ക്ക് 2 മുതൽ ജനുവരി 1-ന് പുലർച്ചെ 1 മണി വരെ കലാമണ്ഡലം നിള ക്യാമ്പസിലാണ് ആഘോഷം. കേരളത്തിന്റെ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ ഈറ്റില്ലമായ കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടുകൂടിയാണ് കലാമണ്ഡലം ഡിമിസ്റ്റിഫയിങ് ട്രഡീഷൻസ് എന്ന പേരിൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ 12 മണിക്കൂർ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ഈ മാസം 31-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ജനുവരി 1-ന് പുലർച്ചെ 1 മണി വരെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് പുതുവത്സര സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളായ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ എന്നീ കലകളെ പരിരക്ഷിക്കുക, പരിപാലിക്കുക, പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യങ്ങൾക്കായി മഹാകവി വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ 1930-ൽ സ്ഥാപിതമായ കേരള കലാമണ്ഡലം ഇന്ത്യയിലെ ലോക പ്രശസ്തമായ കലാസ്ഥാപനങ്ങളിൽ ഒന്നാണ്. കലാമണ്ഡലത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനായി പൊതുസമൂഹത്തിൻ്റെ വിശേഷിച്ചും കലാതൽപരരുടെ സഹകരണവും പിന്തുണയും സജീവ പങ്കാളിത്തവും അനിവാര്യമാണ്. പരിപാടിക്കുള്ള പ്രവേശനം തികച്ചും പാസുമൂലം നിയന്ത്രിച്ച് നടത്തുന്നതായിരിക്കും. പാസുകൾ വാങ്ങുന്നതിന് താൽപ്പര്യമുള്ളവർ കേരള കലാമണ്ഡലം വെബ്സൈറ്റ് www.kalamandalam.ac.in സന്ദർശിക്കണമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിയും കഥകളുടെ പിന്നാമ്പുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും ഈ പരിപാടിക്കും പിന്നിൽ. കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക്
പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാമണ്ഡലത്തിന്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒരു കൂട്ടായ്മ കൂടിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന തരത്തിലാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസാണ്. അതിൽ ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നാൽ അടുത്ത അക്ഷയയിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ 1 ദിവസം 2 ദിവസങ്ങൾ നീണ്ടു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഭരണസമിതി ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഒരു കുടുംബശ്രീ മുഖേന്ദ്ര ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K അശോകൻ, മുഹമ്മദ് അലി, മുജിബുദ്ദീൻ, ഷിഹാബുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KB രമ്യ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കാട്ടിരി കുഞ്ഞോൾ സ്റ്റുഡിയോ ഹാളിൽ വെച്ചാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും 2025-26 വർഷത്തെ AKPA മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 15 വരെയാണ് നമുക്ക് നൽകിയിട്ടുള്ള ഡേറ്റ്. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ യൂണിറ്റിലും അതാത് മേഖലാ ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ആ പ്രവർത്തനത്തിന് നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം. അതുപോലെ മെമ്പർഷിപ്പ്, പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുന്നതായാലും പഴയ മെമ്പർഷിപ്പായാലും ഇപ്രാവശ്യം വരുന്ന മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കുടിശ്ശിക ഒരു കാരണവശാലും നമ്മൾ നിർത്തി കൊടുക്കാൻ പാടില്ല. ചടങ്ങിൽ മെമ്പർമാർക്ക് പാപ്പാ തൊപ്പിയും വിതരണം ചെയ്തു. പുതിയ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് യൂണിറ്റ് പ്രസിഡന്റ് ലിൻഡോ ആൽഫ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ മുൻ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി, വടക്കാഞ്ചേരി മേഖലാംഗം KS സുജിത്ത്, രാജീവ് ദൃശ്യം, PB അനിൽകുമാർ, KV ഹൃഷിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി റംലത്ത് റഷീദ് സ്വാഗതവും റഷീദ് കുഞ്ഞോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ബാങ്ക് അങ്കണത്തിൽ നടന്നു. മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും JDS പരീക്ഷയിൽ റാങ്ക് നേടിയ ബാങ്കിലെ ജീവനക്കാരൻ NR സതീഷിനെയും ചടങ്ങിൽ ആദരിച്ചു. യോഗം മെമ്പർ K അശോകൻ ഉദ്ഘാടനം ചെയ്തു. UP ജയറാം, P സതീഷ് കുമാർ, MC സുരേഷ്, ബാബു, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിലെ മേധാവി ഡോക്ടർ D സുധാകർ 4.5 വർഷത്തെ സേവനത്തിനു ശേഷം ചൊവ്വാഴ്ച പടിയിറങ്ങും. ഇത്രയധികം വർഷത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഡോക്ടറുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. 4.5 വർഷം കൊണ്ട് നിരവധി വികസനങ്ങൾ ആശുപത്രിക്ക് സംഭാവന നൽകിക്കൊണ്ടാണ് ഈ ഹൈദരാബാദുകാരൻ യാത്രയാവുന്നത്. പ്രത്യേകിച്ച് മലയാളി രോഗികൾക്ക് പ്രത്യേക പരിഗണനയും നിരവധി മലയാളികൾക്ക് ഇവിടെ ജോലിയും ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. 1997 പഞ്ചാബിലെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലിയിൽ പ്രവേശിച്ചു. 2023 ബാംഗ്ലൂരിലും 2006 മുതൽ വിവിധ സ്ഥാപനങ്ങളുടെ മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2018 കേരളത്തിലെ പൂജപ്പുര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മേധാവിയായി കയറിയതിനു ശേഷമാണ് മലയാളികളോട് കൂടുതൽ സ്നേഹം കൂടാൻ കാരണം. ആയുർവേദത്തിൽ മലയാളി ഡോക്ടർമാർ എവിടെയുണ്ടോ അവിടെയെല്ലാം വൻ തിരക്കാണ് ഈ ഡോക്ടർമാർക്ക്. ആയുർവേദത്തെപ്പറ്റി കൂടുതൽ അറിയുകയുള്ളൂ എന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. അതുകൊണ്ടാണ് മലയാളികളെ ഇഷ്ടപ്പെടാൻ കാരണം. നിരവധി അവസരങ്ങൾ പല സ്ഥലത്തേക്കും വന്നെങ്കിലും 2020 ആഗസ്റ്റിൽ ചെറുതുരുത്തി പഞ്ചകർമ്മ ആയുർവേദ ഗവേഷണത്തിൽ ഡയറക്ടറായി ചാർജ് എടുത്തു. 4 ബാച്ചിലെ ടെക്നീഷ്യൻ കോഴ്സുകൾ, 8 വീതം മർമ്മ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പഞ്ചകർമ്മ തെറാപ്പിയും പഞ്ചകർമ്മ കോഴ്സ് പഠിച്ചവർക്ക് നാഷണൽ ആയുർവേദ മിഷനുകളിൽ ജോലി സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നതിനും നിരവധി ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിനും ഡോക്ടർ സുധാകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. And after that, so many achievements we are achieved. And 2023 January we are conducted a Golden Jubilee celebrations also. And that period we have started the
MOUs with first JSS Ayurveda Pharmacy College Ooty, and after that KFR College, KFR Kerala government with MOU, and Veterinary College, Wayanad Veterinary College, we have started MOU with Veterinary College. നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം ചൊവ്വാഴ്ച പടിയിറങ്ങും. സഹധർമ്മിണി അരുൺ ജ്യോതി, മക്കൾ അഭിഷേക്, രോഹിത്. നിലവിൽ ഡോക്ടറുടെ സേവനത്തെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. ചെറുതുരുത്തിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയാണ് ചെറുതുരുത്തി. ആയുർവേദ രംഗത്ത് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന, സൗജന്യമായി സാധാരണക്കാർക്ക് വരെ ഉപകാരപ്പെടുന്ന ഒരു ചികിത്സ ഏറ്റവും നല്ല നിലയിൽ ലോക നിലവാരമുള്ള ഒരു ആയുർവേദ ആസ്പത്രിയാണ്. ഇതിൻ്റെ ഈ ഏറ്റവും നല്ല പുരോഗമന പ്രസ്ഥാനങ്ങൾ ആയിട്ടുള്ള പുരോഗമന രീതിയിൽ ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനം നിലയ്ക്ക് ഇതിന് പ്രവർത്തനത്തിന് വളരെയധികം പ്രശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്യം നിലച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുടുംബസംഗമങ്ങൾക്ക് കഴിയുമെന്ന് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഫെബിന ഷിഹാബുദ്ദീൻ പത്തിരിപ്പാല കാരുണ്യ ഭവനിൽ പത്തിരിപ്പാല കാരാക്കുളം ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പത്തിരിപ്പാല കാരുണ്യഭവനിൽ സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി തണലാണ് കുടുംബം ക്യാമ്പയിൻ്റെ ഭാഗമായി പത്തിരിപ്പാല കാരാക്കുളം ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഫെബിന ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അന്യം നിലച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുടുംബസംഗമങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞു. കുടുംബം എന്ന ഒരു സംവിധാനത്തിൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ, മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെയുള്ള ആ ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ച സകല ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. അപ്പോൾ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വല്ലാത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. കുടുംബങ്ങൾ കൂടുന്ന ഇടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത് മസ്കൻ എന്ന പദമാണ്. സമാധാനമുള്ള ഇടം എന്ന ഒരു പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങൾ കൂടുന്ന ഇടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. KM സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലയിൽ വിജയികളായ ഡോക്ടർ സ്മിയ ഫാത്തിമ, നസ്രീൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. KM മുഹമ്മദ്, KM ആദം, ഫക്രുദ്ദീൻ, ഹംസ, ആമിന, ബഷീർ എന്നിവർ സംസാരിച്ചു. കാരുണ്യഭവനിലെ അന്തേവാസികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. ചടങ്ങിന് കാരുണ്യഭവൻ സെക്രട്ടറി PA ശംസുദ്ദീൻ സ്വാഗതവും കാരുണ്യഭവൻ ഡയറക്ടർ കരീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 17ാം വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത വാർഷികം ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 17ാം വാർഷികം വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു കാര്യത്തിലാണെങ്കിലും എല്ലാവിധ സഹകരണങ്ങളും ഈ ക്ലബിന് ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാദേശികമായി കൊണ്ട് തന്നെ ഇപ്പോൾ മാലിന്യമാണെങ്കിലും മറ്റു ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ എടുത്തു പറയാനും അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും മറ്റു രാഷ്ട്രീയ ഭേദമന്യല്ല എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനും നമ്മുടെ ഈ ക്ലബിലെ ഭാരവാഹികൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും മറ്റു ഏതൊരു പ്രവർത്തനവും നല്ല നിലയിൽ എത്തിക്കാറുണ്ട്. ചടങ്ങിൽ S ഷഫീർ അധ്യക്ഷനായി. വാടങ്കം സുനിത, സുനീർ, P വിപിൻകുമാർ, സാഹിറ എന്നിവർ സംസാരിച്ചു. മണ്ണൂരിലെ സ്വരം വീട്ടിൽ രാമേന്ദ്രൻ ക്രേസി ക്ലബിന് സൗജന്യമായി നൽകിയ ഫാൻ ക്ലബ്ബ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തക സാഹിറയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ മൗനജാഥയും അനുസ്മരണ യോഗവും നടത്തി. പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മൗനജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം KN ആനന്ദജി,
MT ജയപ്രകാശ്, PD ശശികുമാർ, KM ബിന്ദു, KR ചന്തു തുടങ്ങിയവർ സംസാരിച്ചു. പോകുന്നൊരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഭൗതിക നേതൃത്വമായി അല്ലാതെയും നിലകൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ്. എന്നാൽ അനാരോഗ്യപരമായ കാരണങ്ങളാൽ വേണ്ടത്ര സംഭാവന നൽകുവാൻ പരിമിതപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്തുകൊണ്ടും ഈ സമയത്തെ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ രാജ്യത്തിനും പൊതുപ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പൻ തീയാട്ട് ഭക്തിസാന്ദ്രം. പുതുതായി നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അയ്യപ്പൻ തീയാട്ട് നടത്തിയത്. തീയാട്ട് രംഗത്തെ അതിപ്രഗത്ഭരായ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ തീയാടി ജയചന്ദ്രൻ നമ്പ്യാർ, ജയപ്രകാശൻ നമ്പ്യാർ, പെരുമ്പിലാവ് കേശവൻകുട്ടി നമ്പ്യാർ എന്നീ പ്രശസ്ത കലാകാരന്മാരാണ് തീയാട്ടിന് നേതൃത്വം നൽകിയത്. പുതുതായി നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ അയ്യപ്പൻ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്രത്തിൽ അയ്യപ്പൻ തീയാട്ട് നടത്തിയത്. വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, കല്ലേക്കുളങ്ങര ബാബു എന്നിവരുടെ ഡബിൾ കേളിയും ഉണ്ടായിരുന്നു. അതോടൊപ്പം 1008 നാളികേരം ഉടയ്ക്കൽ ചടങ്ങും നടന്നു. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഏർപ്പെടുത്തിയ സമ്മാനനിധിയുടെ നറുക്കെടുപ്പ് ഉദ്ഘാടനം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഏത് കാര്യം പറഞ്ഞാലും അത് ഉപേക്ഷ കൂടാതെ വരികയും പരമാവധി തുക രഘുവും ഭാരവാഹികളും സമ്മർദ്ദം ചെലുത്തി വാങ്ങാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ചെറിയ സംഭാവനയോടൊപ്പം തന്നെ മലബാർ ദേവസ്വത്തിന്റെ സംഭാവനകളും നമുക്ക് ഇനിയും ആവശ്യമായിട്ടുണ്ട്. അത് ഉണ്ടാകും ദേവിയുടെ കടാക്ഷം മൂലം എന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഒട്ടനവധി ലക്ഷങ്ങൾ സഹായങ്ങളായി തന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പരമാവധി അവനവന് കഴിയാവുന്നത് സഹായിക്കുന്ന ആളുകളുണ്ട്. ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് അനുഷ്ഠാന കലയായ തീയാട്ട് നടക്കുന്നത്. സൽസന്താനത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയാണ് തീയാട്ട് നടത്താറുള്ളത്. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇവ നടത്തിവരുന്നത്. ക്ഷേത്ര ദർശനത്തിനായി നിരവധി ഭക്തരും എത്തിയിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി, രവീന്ദ്രൻ, അച്യുതൻകുട്ടി, നന്ദകുമാർ, ജയപ്രകാശ്, സോമസുന്ദരൻ, രാജീവ് ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ചെണ്ടവാദ്യ കലാകാരന്മാരെ ക്ഷേത്ര കമ്മിറ്റി ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. വേണാടിനു വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണം നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തത. ആവശ്യങ്ങൾ ഉന്നയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നിവേദനം നൽകിയത് വിവിധ സംഘടനകൾ. ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനം കാണിക്കുകയാണെന്ന് UDF പ്രതിപക്ഷാംഗങ്ങൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാരും INTUCയും പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായത് ടെക്സ് 1 എന്ന ടയർ കമ്പനിയിൽ. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. വർഷങ്ങളോളമായി ജനങ്ങളുടെ ആവശ്യം ഉയർന്നുവന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ യാത്രാദുരിതം ഇരട്ടിയാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.